നമസ്കാരം. മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച ഉടനെ തന്നെ ആ വ്യക്തി ചിലപ്പോൾ നമ്മളെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു ബന്ധപ്പെടാനുള്ളൊരു സാധ്യത. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച ഉടനെ തന്നെ നിന്നെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചുള്ളൂ, അപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചിന്തിച്ച ഉടനെ തന്നെ നമ്മളുടെ ആ ഒരു ചിന്തകൾ ആ വ്യക്തിയിലേക്ക് എത്തുകയാണ്. അത് എത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ ഒരാളെ ഒരു ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ അവിടെ കേൾക്കുന്നില്ലേ? അത്രയും വേണ്ട ഈ ഒരു കാര്യത്തിന്. നമ്മൾ ചിന്തിച്ച ഉടനെ തന്നെ ആ വ്യക്തിയിലേക്ക് അതെത്തി ആ വ്യക്തിയുടെ മൈൻഡ് അത് റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ മൈൻഡ് ആ വ്യക്തി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ കറക്റ്റ് അവിടെ എത്തും. അപ്പോഴാണ് ആ വ്യക്തിക്ക് നമ്മൾ ഓർമ്മ വരുന്നതും അല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഒരു സ്പോട്ടിൽ നമ്മൾ വിളിക്കുന്നതും. അത് നമ്മൾ ഈ വിടുന്ന ഈ ഒരു ഊർജം കറക്റ്റ് അവിടെ ചെന്ന് കയറുന്നതുകൊണ്ടാണ്. അത് കറക്റ്റ് ആ വ്യക്തി കുറച്ച് മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കത്തിലും ടെൻഷനിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിന്തിച്ചത് ഉടനെ തന്നെ അവിടെ കയറാൻ സാധ്യതയില്ല. ആ വ്യക്തി പിന്നീട് എപ്പോഴാണോ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുന്നത് എന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മൾ ഈ ചിന്തിച്ച കാര്യം ആ വ്യക്തിയിലേക്ക് കയറുന്നതും ആ വ്യക്തി ആ നിമിഷം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളെ ഫോൺ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാം അന്ന് രാവിലെ നിന്നെക്കുറിച്ച് ചിന്തിച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു, അങ്ങോട്ട് വിളിക്കണം വിചാരിച്ചു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ? ഇതാണ് ആ വ്യക്തിയിലേക്ക് ആ വ്യക്തിയുടെ മാനസിക നില അനുസരിച്ചായിരിക്കും അവിടെ കയറുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിയിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങനൊരു ഇത് ചെയ്യണമെന്ന് തോന്നിയാൽ എങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് നമ്മൾ നടക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ചില സമയത്ത് നമ്മൾ ചിന്തിച്ചാലൊന്നും ആ വ്യക്തിയിലേക്ക് പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ രീതിക്കാണ് വെറുതെ ഒരു ഇതിന് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മളിലും മറ്റ് പല ചിന്തകളും അതിനോടനുസരിച്ച് വരുന്നതുകൊണ്ട് അതങ്ങനെ പോകാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ ഇന്നത് ശാസ്ത്രം തന്നെ ടെലിപ്പതി ഒരുപാട് റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉള്ള മനസ്സിൻ്റെ അപാരമായ ഒരു ശക്തി. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ആർക്കും അധികം പേർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തും നേടിത്തരാൻ കഴിവുള്ള ഒരു ശക്തിയാണ് നമ്മുടെ ഈ മനസ്സ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മുടെ കൺമുന്നിൽ കൊണ്ടുതരാനും അത്രയ്ക്കും ശക്തിയുള്ള ഹൈ പവറുള്ളതാണ്. പക്ഷെ അത് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാത്തതുമാണ് പ്രശ്നം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോവുകയാണ് അധികം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കണം, അതിനെങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നമുക്ക് കൊണ്ടുതരാൻ അത്രയും ശക്തിയുള്ളതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്ക് അത്രയും പവറുണ്ട്. കാരണം അത്രയും എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടുതരും. അപ്പോൾ ആ കൊണ്ടുതരുന്നതിലൂടെയാണ് നമുക്ക് വേണ്ടതിനുള്ള അവസരങ്ങൾ വരുന്നത്. അവസരങ്ങളാണ് അത് കൊണ്ടുതരുന്നത്. അവസരങ്ങൾ കൊണ്ടുതരുമ്പോൾ അതിലൂടെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി പോവും. നമ്മൾ ആ അവസരത്തിലൂടെ അറിയാതെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടും. അത് നെഗറ്റീവ് കാര്യങ്ങളും അങ്ങനെ. നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മളും ആ നെഗറ്റീവായ അവസരങ്ങൾ നമ്മളിൽ ചെന്നുപെടും. നമ്മളറിയാതെ ചെന്നുപെടും. പല പ്രശ്നങ്ങളും നമ്മളറിയാതെ ചെന്നുപെടും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? നമ്മളറിയാതെ അതിൽ ചെന്നുപെടും. എന്നിട്ട് നമ്മളും അതിൽ പെട്ട് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളും അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് പോസിറ്റീവായ കാര്യങ്ങൾ. പോസിറ്റീവ് ചിന്തിച്ചാലും നമ്മളറിയാതെ അതിൽ ചെന്ന് പെടും. അപ്പം അതുവഴി നമുക്ക് സാമ്പത്തികമായും മറ്റെല്ലാ കാര്യവും നമുക്ക് കിട്ടാൻ തുടങ്ങും. അത് മനസ്സിനെക്കുറിച്ച് കൃത്യമായി എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുക്കാമെന്ന് അതിനൊരു അറിവ് വന്നാൽ മാത്രമേ അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇത് വിടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ വ്യക്തി ഇത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിടുന്ന മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ശാന്തമായി ഇരുന്ന് നമ്മൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ആ വ്യക്തിയുടെ മുഖവും രൂപവും മനസ്സിൽ കണ്ട് നമ്മളൊന്ന് ശാന്തമായിരുന്നിട്ട് എന്താണോ ആ വ്യക്തിയോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ വളരെ പവർഫുള്ളായിട്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ പറയാം. നമ്മുടെ മനസ്സിൽ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ നേരം ആ വ്യക്തിയുടെ ചിന്ത മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആ ഊർജം ചെല്ലുന്നു. ആ ഊർജം അവിടെ ചെന്നിട്ട് ആ വ്യക്തിക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് അന്നേരം ആ വ്യക്തിയുടെ മനസ്സെങ്കിൽ, അതായത് വേറെ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, സംഘർഷങ്ങളില്ല, ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുന്ന ആ കറക്റ്റ് ടൈമാണെങ്കിൽ നമ്മൾ ഈ ചിന്തിക്കുന്നത് കറക്റ്റ് അവിടെ എത്തുകയും ആ നിമിഷം തന്നെ നമ്മളെ വിളിക്കുകയും ചെയ്യും. അതേസമയം ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്ത വേറെ പല പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന സമയമാണെങ്കിൽ അത് ആ സമയത്ത് ആ മൈൻഡിലേക്ക് കയറില്ല, അതവിടെ നിൽക്കും. പിന്നീട് ആ വ്യക്തിയുടെ മൈൻഡ് എപ്പോഴാണോ ഒന്ന് ശാന്തമാവുന്നത് കൃത്യമായിട്ട് ആ സമയത്ത് ഇത് കയറും. അപ്പോഴാവും ആ വ്യക്തി നമ്മളെ വിളിക്കുക. ചിലപ്പോൾ പിറ്റേ ദിവസമാവും, ഇല്ല അതിൻ്റെ പിറ്റേ ദിവസം എപ്പോഴാണോ ഇതിന് ടൈം കിട്ടുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് അത് അവിടെ ചെല്ലും. അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് അത് നടക്കുന്നത്. അല്ലാതെ നമ്മൾ മൈൻഡിൽ ചിന്തിച്ച ഉടനെ ആ വ്യക്തി അത് റിസീവ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ്. അത് കറക്റ്റായി റിസീവ് ചെയ്താൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മളെ ഓർക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ചെല്ലുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ശക്തിയുണ്ട് മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് പോലും നമുക്കൊരു മെസ്സേജ് ചെയ്യാൻ പോലുള്ള ശക്തിയുണ്ട് നമ്മുടെ മനസ്സിന്, ആ ഊർജത്തിന്. ഈ ഊർജത്തിൻ്റെ ശക്തിയെല്ലാം തിരിച്ചറിഞ്ഞ് അത് വേണ്ട വിധത്തിൽ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു മെസ്സേജ് വിടുന്ന കാര്യമല്ല, ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിന്ന് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. നന്ദി, നമസ്കാരം.